ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കഴിവിൻ പരമാവധി പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതങ്ങളിൽ വന്ന ഒരു വാക്ക്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് മതമായി അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിംകൾ. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ, മുസ്ലിം ലോകത്ത് തന്നെ കാലാകാലങ്ങളിലായി ഇന്നും തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയമാകട്ടെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നസ്വായ ഒരു കാര്യമാണ്. ഒരു തർക്കവും ഒരാൾക്കും പറയുവാൻ സാധിക്കാത്തത്ര എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും അള്ളാൻ്റെ റസൂലും വ്യക്തമായി ഉമ്മത്തിനെ പഠിപ്പിച്ചത്. തൗഹീദിൽ അക്രമം കലർത്തിയ ഒരു വിഭാഗം ഈ വിഷയത്തിലും അക്രമം കലർത്തിയിരിക്കുകയാണ്. സാഹചര്യ സന്ദർഭങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വിഷയം നാം മനസ്സിലാക്കുന്നത്. വിഷയം വൈകാരികമാണ്. ഉദരപൂരണം നടത്തുന്ന ഒരു വിഭാഗം എന്നും വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വികൃതമാക്കിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിലെ 51-ാമത്തെ വചനം പലവരും പറഞ്ഞതാണ്, പലർക്കും ഹൃദ്യസ്ഥമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളോട് പറയുകയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോടാണ് ഈ വാക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. വിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഒരു മതവിധി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. വിശ്വാസികൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം യഖൂലു സമിഅനാ വ അതഅനാ, അതായിരിക്കണം. കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, അവരെയാണ് അല്ലാഹു പറഞ്ഞത് വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയം വരിച്ചവരാണ് അവർ, അവരാകുന്നു വിജയം വരിച്ചവർ. തൊട്ടടുത്ത ആയത്തിൽ വമൻ യുതിഇല്ലാഹ വ റസൂലഹു വ യഖ്ശല്ലാഹ വ യത്തഖി, ആര് അല്ലാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും അള്ളാഹുവിനെ മാത്രം തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർ ആരോ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ വമ്പിച്ച വിജയം വരിച്ചവരാണ്. ഇതാണ് വിശ്വാസികൾ മാനദണ്ഡമായി സ്വീകരിക്കേണ്ട ആയത്ത്. മറ്റൊരു വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്ക് ഏവർക്കും ഹൃദ്യസ്ഥമാണ്. സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനം. അവിടെയും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഈമാൻ ഉൾക്കൊണ്ടവരെ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം, നിങ്ങളിലുള്ള ഭരണകർത്താക്കളെയും അനുസരിക്കണം. അഥവാ പണ്ഡിതന്മാരെ, ദീനി സേവകന്മാരെ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, മതപരമായിട്ട് നിങ്ങൾക്ക് വല്ല തർക്കവും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിലേക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിലേക്കും നിങ്ങൾ തിരിയണം. അവിടെ ഭരണകർത്താക്കളെയും പണ്ഡിതന്മാരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഒഴിവാക്കണം. അവർ ദീനി വക്താക്കളാണോ, അവർ പറയുന്ന കാര്യം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആശയതലത്തിൽ കൃത്യമായിട്ടാണോ അവർ നിലപാടായി സ്വീകരിക്കുന്നത്, അവരെ നിങ്ങൾ അനുസരിക്കണം. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് തർക്കമുള്ള കാര്യത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാനദണ്ഡമാക്കണം. അള്ളാഹുവിനും അന്ത്യദൂതനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ, എങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കരണീയം, ഇതാണ് ഏറ്റവും അത്യുത്തമം, നല്ല പര്യവസാനവും ഇത് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഈ ആശയങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികളെ ഇന്നത്തെ ഖുത്ബയുടെ അല്പഭാഗം
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ള വിഷയത്തിൽ കാലാകാലങ്ങളിലായി ചർവിത ചർവണമായി സമുദായത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാകട്ടെ അവ്യക്തമല്ലാത്ത ഒരു കാര്യമാണ്. സുവ്യക്തമായ മുഖവരയിൽ സൂചിപ്പിച്ച ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യത്തിൽ പോലും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ വിഷയം 10-ാം അധ്യായം സൂറത്തുൻ യൂനുസ്, അതിലെ 62, 63 ആയത്തുകൾ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അറിയണം, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയാ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്തിൽ ഭയപ്പെടേണ്ടതില്ല. ദുനിയാവിൽ എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും അവർ ഭയക്കുകയില്ല. അള്ളാഹുവിൽ സമർപ്പിതമായി അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തും. ആരാണ് ഔലിയാക്കന്മാരെന്നും വിശദീകരിക്കുകയാണ്. അവർ തഖ്വയോടുകൂടി ജീവിക്കുകയും വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. ലഹുമുൽ ബുശ്റ, അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തയുണ്ട് ഈ ദുനിയാവിലും പരലോകത്തും. അള്ളാഹുവിൻ്റെ വാക്കുകൾക്കാകട്ടെ ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് ആയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവസാനിപ്പിക്കുകയാണ്. സമൂഹത്തിലെ പിഴച്ച ഒരു വിശ്വാസത്തെ തിരുത്തുകയാണ് വിശുദ്ധ ഖുർആൻ. അമ്പിയാക്കന്മാരെ പോലെയും നബിമാരെ പോലെയും റസൂലുകളെ പോലെയും ഒരാൾക്കും എത്ര തന്നെ തഖ്വ നേടിയാലും അവർക്ക് നബിമാരാകുവാനോ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരാകുവാനോ സാധിക്കുകയില്ല. ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അതുപോലെ പ്രത്യേകമായ ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത പുലർത്തി ജീവിതത്തെ അടയാളപ്പെടുത്തുക, അത്തരക്കാർക്കാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പഠിപ്പിച്ചത്. അത്തരക്കാരെ അള്ളാഹു തആല ബഹുമാനിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, ശത്രുക്കളുടെ മനസ്സിൽ പോലും അള്ളാഹു അവർക്കൊരു ആദരവ് നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയം 96-ാമത്തെ ആയത്തിൽ. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്ത് സയജ്അലു ലഹുർ റഹ്മാനു വുദ്ദാ. സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തവർ ആരോ അവർക്ക് ശത്രുക്കളുടെ മനസ്സിൽ പോലും അല്ലാഹു തആല സ്നേഹമുണ്ടാക്കി കൊടുക്കുമെന്നാണ്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലുള്ള വിശ്വാസികൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം ഇഷ്ടപ്പെടുകയും ചെയ്തത്. അള്ളാഹു അവരെ ആദരിക്കുന്നത് മറ്റുള്ള ജനങ്ങളെ കൊണ്ട് അല്ലാഹു തആല ആദരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് ഈ ആയത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്. തഖ്വയുള്ളവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, അവരാകുന്നു ഔലിയാക്കന്മാർ. മറ്റൊരായത്ത് നോക്ക്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാൽ 8-ാം അധ്യായം അതിലെ 34-ാമത്തെ ആയത്ത്. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. സാരാംശം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. തഖ്വയോടുകൂടി ജീവിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ആ ആയത്ത് അവസാനിക്കുന്നത് ഒരു മഹാത്ഭുതമാണ്. ആ ആയത്ത് അവസാനിക്കുന്നത് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അധികം ആളുകളും അതിൽ വിശ്വസിക്കുന്നില്ല. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഈമാൻ ഉൾക്കൊണ്ടവരും തഖ്വയോടുകൂടി ജീവിക്കുന്നവരും മാത്രമാണ് എന്ന് പറഞ്ഞു നോക്കുക. അധികം ആളുകളും, സമുദായത്തിലെ അധികം ആളുകളും ഉൾക്കൊള്ളുകയില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അധികം ആളുകളും അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തവരാണ്, ജുഹാലുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്താണ് സഹോദരങ്ങളെ തഖ്വ? നാം പലവരും ചർച്ച ചെയ്തതാണ്, നാം ഉൾക്കൊണ്ടതാണ്. തഖ്വയെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ കൃത്യമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. അത്തവഖി മിനൽ അദാബിൽ മുഖല്ലദി ബിത്തബരി മിനശ് ശിർക്ക്. ഷിർക്കിൽ നിന്നും ഒഴിവാകുക വഴി ശാശ്വതമായ ശിക്ഷയിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ് തഖ്വയുടെ ഒന്നാമത്തെ മർത്തബ. അതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ഷിർക്കിൽ നിന്നും മോചിതനായി കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം.
രണ്ടാമത്തതോ അത്തജന്നുബു അൻ കുല്ലി മാ യൂസിമു മിൻ ഫഅലിൻ ഔ തർക്കിൻ, എല്ലാ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കണം, മസ്തതഅതും, പരമാവധി. മൂന്നാമത്തത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അൻയതനസ്സഹു അമ്മാ യുശ്ഗിലു സുർറഹു അനിൽ ഹഖ്, റബ്ബിന്റെ സ്മരണയെ തൊട്ട് കളയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ മാറി നിൽക്കണം. നമ്മുടെ ഒരു കാര്യം കൊണ്ട് റബ്ബിനെ സ്മരിക്കുന്നതിന് തടസ്സമാകുമോ? അത് വിനോദമാകാം, വ്യവസായമാകാം, മറ്റേതെങ്കിലും ഇടപെടലുകളാകാം, അതിൽ നിന്ന് മാറി നിൽക്കണം. കാരണം റബ്ബിന്റെ സ്മരണയെ തൊട്ട് അത് ഒരിക്കലും തടസ്സമാകരുത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വിശ്വാസികളെ നിങ്ങൾ കഴിവിൻ പരമാവധി അവനെ അനുസരിക്കേണ്ട വിധത്തിൽ, അവനെ ഭയപ്പെടേണ്ടുന്ന വിധത്തിൽ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് സൂറത്തു ആലി ഇമ്രാനിലെ 102-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് സഹോദരങ്ങളെ ഔലിയാക്കന്മാർ ആര് എന്നുള്ളതിന് കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ യൂനിസിലെ 62, 63, സൂറത്തു അൻഫാലിലെ 34 ആയത്തുകൾ. ഇനി അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയുടെ 6502, മുസ്നദ് അബൂ യഅലയുടെ 7087, മുസ്നദ് അഹ്മദിലും ഈ ഹദീസ് ഉണ്ട്. അള്ളാഹു പറയുകയാണ്, അതാണ് ഖുദ്സിയായ ഹദീസ്. ഖാല അല്ലാഹു തആല മൻ ആദാ ലി വലിയ്യൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അല്ലാഹു പറയുകയാണ്, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവനുമായി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ, അവനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാം. ആരാണ് ഇത്? ഇത് മാത്രമേ സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയും, മൻ ആദാ ലി വലിയ്യൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ എതിർക്കുന്നവരുമായി അള്ളാഹു സമരത്തിലാണ്. ശേഷം ആരാണ് ഔലിയാക്കന്മാർ? وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه وما يزال عبدي بالنوافل وما يزال عبدي يتقرب إلي بالنوافل. ആരാണ് ആ ഔലിയാക്കന്മാർ? അല്ലാഹു പറയുകയാണ്, ഞാൻ എൻ്റെ അടിമയ്ക്ക് നിർബന്ധമാക്കിയ കാര്യത്തേക്കാൾ പ്രിയപ്പെട്ട ഒന്നുകൊണ്ടും അവർ എന്നോട് അടുക്കുവാൻ സാധ്യമല്ല. അഥവാ ഫർളായ കാര്യങ്ങൾ കൊണ്ട് മാത്രമേ എന്നിലേക്ക് എൻ്റെ അടിമയ്ക്ക് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൊണ്ടും എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഫർളായ കാര്യങ്ങൾ, മറ്റൊന്ന് പ്രവാചകരുടെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അവർ എന്നിലേക്ക് അടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു അടിമയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അല്ലാഹു പറയുകയാണ്, വമാ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെയുള്ളവരെ ഞാൻ സ്നേഹിക്കും. ഏതുവരെ എന്നറിയുമോ? ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, അങ്ങനെ ഞാൻ എൻ്റെ അടിമയെ സ്നേഹിച്ചാൽ ഞാൻ അവൻ്റെ ചെവിയാകും, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, കാണുന്ന കാഴ്ച ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും, പ്രവർത്തിക്കുന്ന കൈ ഞാനാകും. ഹദീസിൽ വന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇദാ സഅലനി ലഉതിയന്നഹു, അങ്ങനെയുള്ള അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും. എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. കയ്യാകും, കാലാകും, കണ്ണാകും, ചെവിയാകും എന്നൊക്കെ പറയുന്നതിൻ്റെ വിവക്ഷ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു കേൾക്കുന്നതും കാണുന്നതും പ്രവർത്തിക്കുന്നതും ഞാനാകുമെന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ടായിരിക്കും അവർ ജീവിക്കുക. ഹറാമായതൊന്നും അവൻ്റെ കണ്ണുകൊണ്ട് കാണില്ല, നിഷിദ്ധമായതൊന്നും അവൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയില്ല, നിഷിദ്ധമായ സ്ഥലങ്ങളിലേക്ക് അവൻ്റെ കാലുകൊണ്ട് നടക്കുകയില്ല, ഹറാമുകളൊന്നും അവൻ്റെ കൈ കൊണ്ട് പ്രവർത്തിക്കുകയില്ല. അങ്ങനെയുള്ള അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും.
അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഉണ്ടായി, അങ്ങനെ ഒരാളെ എതിർത്താൽ, അതാണ് അള്ളാഹു പറഞ്ഞത്, അങ്ങനെ ഒരാളെ എതിർത്താൽ അത്തരക്കാരുമായി ഞാൻ സമരത്തിലാണ്. അതാണ് വലിജ്, അതാണ് വലിജ് എന്ന് പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹി ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഫകുല്ലു മൻ കാന തഖിയ്യൻ കാന ലില്ലാഹി വലിയ്യ. തഖ്വയുള്ള ഓരോരുത്തരും, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഓരോരുത്തരും അള്ളാഹുവിന്റെ വലിയാണ്. ഇമാം റാസി റഹിമഹുല്ലാഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 544 ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതൻ, വലിയുല്ലാഹ്, അള്ളാഹുവിന്റെ വലിയുകൾ എന്ന് പറയുന്നത് من يكون آتيا بالاعتقاد الصحيح المبني على الدليل ويكون آتيا بالأعمال الصالحة على وفق ما وردت به الشريعة. തെളിവിന് അടിസ്ഥാനമായിട്ടുള്ള ശരിയായ വിശ്വാസമായിരിക്കും അവൻ സ്വീകരിക്കുക. ശരീഅത്ത് നിർദ്ദേശിക്കുന്നത് പോലെ സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ ഖുർആനും സുന്നത്തും അനുഷ്ഠിക്കുന്നവൻ ആരോ അവനാണ് അള്ളാഹുവിന്റെ വലിയ്. പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറെ പേരുകൾ പരിചയപ്പെടുത്തുന്നത് കാണാം. അൽ മുഅ്മിനൂൻ, അൽ മുത്തഖൂൻ, അൽ ഫായിസൂൻ, ഹിസ്ബുല്ലാഹ്, അൽ മുസ്ലിമൂൻ, അസ്വാലിഹീൻ. അങ്ങനെ പല പേരുകളും പറഞ്ഞതുപോലെ ഒരു പേര് ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. തഖ്വയോടുകൂടി ജീവിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദറജയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ബിഹി ഇബാദിഹി ലഖബീറുൻ ബസീർ. അള്ളാഹു അവന്റെ അടിയാറുകൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദാസന്മാരിൽ നാം തിരഞ്ഞെടുത്തവർക്ക് നമ്മുടെ കിതാബ് അവകാശമാക്കി കൊടുത്തു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. അത്തരം അടിയാറുകൾ അവരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവരുണ്ട്, പാപം ചെയ്തവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ. അതുപോലെ തന്നെയാണ് ആ വിശ്വാസികളിൽ മധ്യമ നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി നന്മകളിൽ മുൻകടക്കുന്നവരുണ്ട്. അവരെല്ലാം സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹീങ്ങളിൽ പലവിധ രീതിയിൽ പലവിധ ദർജകളിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്, ആര് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുവോ, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആര് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സത്യസന്ധന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നാളെ സ്വർഗത്തിലുണ്ടാകുമെന്നാണ്. അവർ എത്ര നല്ല കൂട്ടുകാരാണ്, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. ഔലിയാക്കന്മാർ ആരാണ് എന്ന് കൃത്യമായി പള്ളി ദർസുകളിൽ പോലും പഠിപ്പിക്കുന്ന ചെറിയ കിതാബുകളിൽ പോലും മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. ഹിജ്റ 750 ജീവിച്ച് മരിച്ചുപോയ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക്. അൽ വലിയ്യു, ആരാണ് വലിയ്യു എന്ന് വെച്ചാൽ ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ അൽ മുവാളിബ് അല ത്വാആത്ത്. അല്ലാഹുവിലും അവന്റെ സിഫത്തുകളെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനാണവൻ. ഇബാദത്തുകൾ പതിവാക്കിയവനാണവൻ. അൽ മുജ്തനിബു അനിൽ മആസി, തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുന്നവനാണ്. അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ദേഹേച്ഛകളിൽ നിന്നും ആഡംബര ജീവിതത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടുള്ളത്.
ഇനി ഒരാൾ നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നത് വലിയെന്ന് വച്ചാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കണം, എന്തെങ്കിലുമൊക്കെ അതിശയകരമായ കാര്യങ്ങൾ കാണിക്കണം എന്നുള്ള ഒരു തലത്തിലേക്കാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗം ആൾക്കാരും ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിൽ പോലും ഔലിയാക്കന്മാർക്ക് നിർവചനമായി കാണുന്നതെന്താ? അദ്ദേഹം നടന്നു നീങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന് കുളിക്കാതെ നനയ്ക്കാതെ ഇരുന്നിട്ട് പോലും ശരീരത്തിൽ ഒരു നാറ്റവും ഉണ്ടായില്ല. ഇതാണ് വലിയിൻ്റെ ഒന്നാമത്തെ തെളിവ്. അദ്ദേഹം കരണ്ടിൽ കൂടി പാസ് ചെയ്ത് പോയപ്പോഴേക്കും അദ്ദേഹത്തിന് വേറെ ഒരു പ്രയാസവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയാണ്. ഇതിനെ സംബന്ധിച്ച് പോലും കൃത്യമായി മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നോക്കൂ. ഹിജ്റ 500 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ സവാജിർ എന്ന് പറയുന്ന ഹാഷിയത്ത് സവാജിറിൽ കാണാം, ലൗ റഅയ്തുമുർ റജുൽ, നീ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? യംശി അലൽ മാ, വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുകയാണ്. ഔ യതീറു ഫിൽ ഹവാ, അല്ലെങ്കിൽ വായുവിൽ കൂടി പറന്നു പോവുകയാണ്. ഇങ്ങനെ ഒരാളെ നീ കണ്ടാൽ പോലും ഫലാ തഗ്തറു ബിഹി, അതിനെ കൊണ്ട് നീ വഞ്ചിതനാകരുത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു മുഹദ്ദിസിന്റെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ കൃത്യമായിട്ടുള്ള നിർവചനമാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരാൾ ഒരിക്കലും വലിയാവുകയില്ല. വെള്ളത്തിൽ കൂടി സഞ്ചരിക്കട്ടെ, വായുവിൽ കൂടി പറക്കട്ടെ, നീ വഞ്ചിതനാകരുത്. ഹത്താ തൻളുറു, നീ നിരീക്ഷിക്കണം അവനെ. ഹാലഹു ഇൻദൽ അംരി വന്നഹ്യി, ശരീഅത്തിന് അനുസരിച്ചാണോ അവൻ ജീവിക്കുന്നത്? അതാണ് മാനദണ്ഡം, അതാണ് മാനദണ്ഡം. ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിക്കുന്നത്, അത്തരം ഒരാളെ കണ്ടാൽ നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിളു അംറഹു അലൽ കിതാബി വസുന്ന, അള്ളാഹുവിൻ്റെ ഖുർആനിനും സുന്നത്തിനും യോജിച്ചുകൊണ്ടാണോ അവൻ ജീവിക്കുന്നത് എങ്കിൽ അവൻ വലിയായി നീ പരിഗണിക്കണം. അല്ലാതെ ഇത്തരം അത്ഭുതങ്ങൾ കാണുന്നവരുടെ പിന്നാലെ നീ പോയി നീ വഞ്ചിതനാകണ്ട എന്ന് മഹാന്മാരായിട്ടുള്ളവരൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ രൂപത്തിൽ ഒരു കാര്യം കാണുമ്പോൾ അതിന് മാത്രമേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരിഗണിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നമാ നഹ്കും ബില്ലവാഹിരി വല്ലാഹു യതവല്ല സറായിർ. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായതനുസരിച്ചുകൊണ്ട് അവർ വിധി കൽപ്പിക്കും, രഹസ്യമായിട്ടുള്ളത് അള്ളാഹു ഏറ്റെടുക്കും. നമുക്കറിയില്ലല്ലോ ഒരാളുടെ മനസ്സകം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പ്രത്യക്ഷമായതനുസരിച്ചുകൊണ്ട് നമുക്കൊരാളെ വിധി പ്രഖ്യാപിക്കാം. അങ്ങനെയായിരിക്കണം വേണ്ടത്. മനസ്സകം റബ്ബ് തആല സ്വീകരിക്കും. മഹാനായ മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ബഗ്ദാദിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നുവെന്ന് ഈ മാലകളിലൊക്കെ കാണാം. അവിശ്വസനീയമാണ്, സത്യസന്ധമായ ഒരു നിലപാടല്ല, അല്ലെങ്കിൽ ഒരു ചരിത്രമല്ല അവർ പറയുന്നത്. ഇതെന്തിനു വേണ്ടി എന്നറിയുമോ? ഇസ്ലാമിനെ തമസ്കരിക്കുവാനും ഇസ്ലാമിൻ്റെ സംശുദ്ധമായ തൗഹീദി ആശയങ്ങളെ വികൃതമാക്കുവാനും ഏതൊക്കെയോ ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. ഇതുവരെ നാം മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളും എന്നുള്ളതാണ്. ബഗ്ദാദിൽ ജീവിച്ചിരുന്ന മുഹയ്യിദ്ദീൻ ഷേഖ് അവറുകൾ നമസ്കരിക്കുന്നില്ല എന്ന് ജനങ്ങൾ കണ്ടപ്പോൾ ഷേഖ് അവറുകളോട് ചോദിച്ചു, എന്താണ് ഷേഖ് അവറുകളെ, നിങ്ങൾ നമസ്കരിക്കുന്നില്ലല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ അങ്ങ് നമസ്കരിക്കുന്നത്. ഉടനെ ഷേഖ് മറുപടി പറഞ്ഞു പോലും, വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത, ഏയ് നിങ്ങൾക്കറിയില്ലേ ഞാൻ മക്കത്താണ് നമസ്കരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഞാൻ ബഗ്ദാദിൽ ജീവിക്കുന്നുവെങ്കിലും ഞാൻ നമസ്കരിക്കുന്നത് മക്കത്താണ്. എൻ്റെ കൈപ്പത്തികൾ നോക്കൂ. ഇതെന്തിനു വേണ്ടി എന്നറിയുമോ സഹോദരങ്ങളെ? ഒരു വലിയന് 40 തടി എന്നുള്ളതിൻ്റെ ഒരു നിർവചനം പഠിപ്പിച്ചു കൊടുക്കുവാൻ ഏതോ ശൈത്വാനിൻ്റെ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ വ്യാജ കഥകളാണ്. നമുക്കറിയുമല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്ര സംഭവം നടന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്.
ജമാഅത്ത് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുവാൻ മഹാനായ ഖലീഫ പോകുമ്പോഴേക്കും ഒരു മനുഷ്യൻ പള്ളിയുടെ പുറകിൽ പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുക. ഖലീഫ ചോദിച്ച്, എന്തേ ജമാഅത്ത് നമസ്കാരം നടക്കുവാൻ പോകുന്നു? അത് ഞാൻ നമസ്കരിച്ചു മറ്റൊരു ലോകത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്ന് പറയാം, ഇത് ഖലീഫയുടെ നാടാ, ഇത് ഉമർ ഭരിക്കുന്ന നാടാ, ഇവിടെ ജമാഅത്തിൽ പങ്കെടുക്കണം. അദ്ദേഹത്തെ ആട്ടി ഓടിച്ചുവെന്നാണ് മസ്ജിദിൽ നിന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് സഹോദരങ്ങളെ. നമ്മുടെ നാടുകളെ സംബന്ധിച്ചിടത്തോളം പലരും വലിജിന്റെ മാനദണ്ഡമായി കാണുന്നത് നമസ്കരിക്കാതെ, കുളിക്കാതെ, നനക്കാതെ, ഔറത്ത് പോലും മറക്കാതെ ജീവിതത്തിൽ നടന്ന എത്രയോ പേരെ വലിജികളായി അംഗീകരിക്കുകയും അതിനെ ആദരപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അത്തുഹൂർ ശത്റുൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ് വൃത്തി എന്ന് പറയുന്നത്. മൻ കാന ലഹു ശഅറുൻ ഫൽയുക്രിംഹു, ഒരുവന്റെ മുടി അവൻ ആദരിച്ചു കൊള്ളട്ടെ, അഥവാ ചീവി വൃത്തിയായി കൊള്ളട്ടെ. ചീകണമെന്നാണ്, വൃത്തിയാക്കണമെന്നാണ്. വൃത്തി എന്ന് പറയുന്നത് ഈമാന്റെ പകുതിയെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം നൽകുകയാണ് സഹോദരങ്ങളെ. ഒന്നാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ 51-ാമത്തെ ആയത്ത്. യാ അയ്യുഹർ റസൂൽ, അല്ലാഹ് പറയുകയാണ്, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നല്ലതിൽ നിന്നും മാത്രം നിങ്ങൾ ഭക്ഷിക്കണം. വഅമലൂ സ്വാലിഹാ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇന്നി ബിമാ തഅമലൂന അലീം, ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരായത്ത് വിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും, നല്ലതിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു. ആദ്യം വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഈ 2 ആയത്തും ഓതിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ജടപിടിച്ച മുടിയുമായി നീണ്ട ഒരു യാത്ര നടത്തുകയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 1015-ാം നമ്പർ ഹദീസാണ്. ഒരു മനുഷ്യനിതാ നീണ്ട യാത്രയിലാണ്, മുടികൾ കളിക്കുകയാണ്, 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. യമുദ്ദുഹു യദൈഹി ഇലസ്സമാ, യാ റബ്ബ് യാ റബ്ബ്, എന്നിട്ടവൻ പ്രാർത്ഥിക്കുകയാണ്, എന്നിട്ടവൻ ദുആ ചെയ്യുകയാണ് റബ്ബിനോട്. വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാം. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാം. വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാം. വഗുദിയ ബിൽ ഹറാം, അവന്റെതെല്ലാം ഹറാമാണ്. സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും ഭക്ഷണവും പാർപ്പിടവും അതുപോലെ അവന്റെ വസ്ത്രവും എല്ലാം ഹറാമാണ്. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെയാ അവന്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുക? നോക്കൂ സഹോദരങ്ങളെ, ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലയോ? എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കണം. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അക്കൗണ്ടുകൾ അത് അനുവദനീയമാണോ? പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ? കൊടുക്കുന്നവനും വാങ്ങുന്നവനും എഴുതുന്നവനും രേഖപ്പെടുത്തുന്നവനും സാക്ഷിയാകുന്നവനും എല്ലാം തുല്യമായ ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ന്യായങ്ങളും കാരണങ്ങൾ പറഞ്ഞാലും അത്തരം ആൾക്കാരുടെ പ്രാർത്ഥനകൾ പോലും തടഞ്ഞു നിർത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന കുറെ ഔലിയാക്കന്മാരുടെയൊക്കെ ചരിത്രം അവരുടെ ആത്മകഥകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സ്വർണം ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ, അന്യരുടെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം വാങ്ങി കാശ് കൊടുക്കാത്ത മനുഷ്യൻ, ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാത്ത മനുഷ്യൻ, ജനങ്ങളുമായി സഹവാസമില്ലാത്ത മനുഷ്യൻ, ഉമ്മ പോലും സലാം പറഞ്ഞാൽ സലാം അടക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യനാണ് 30 വർഷം മുമ്പ് കോഴിക്കോട് മരിച്ചു ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനാണ് എന്ന് പറയുന്ന, എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്.
ഇവിടെയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നുള്ള വിഷയത്തിൽ കൃത്യമായ രീതിയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്. പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും ഫർളായ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും സുന്നത്തായ കാര്യങ്ങൾ അവൻ്റെ കഴിവൻ പരമാവധി അവൻ ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാകുന്നു വിജയികൾ, അവർ തന്നെയാകുന്നു ഏറ്റവും വലിയ വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ. അത്തരം മുത്തഖീങ്ങളാകുവാൻ, അത്തരം മുവഹ്ഹിദീങ്ങളാകുവാൻ, ജീവിതത്തെ അത്തരം ഇബാദത്തുകൾ കൊണ്ട് ക്രമപ്പെടുത്തുവാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.